കളിക്കാൻ നോക്കണ കാർത്തികേടാ. ഞാനേ IPL ഡൽഹി എത്രയായിരുന്നു നോക്കാറ്. നാലാമതാ. ഞങ്ങളുടെ RCB. ഓ മൂന്നാമതാലോ. RCBയുടെ കാര്യമില്ല, ഞങ്ങളുടെ കളി ഇന്നുണ്ട് 3:30 മുംബൈ ആയിട്ട്. അപ്പൊ ഞാൻ മുംബൈ ആവാം. ചേട്ടന്റെ ടീം ഡൽഹി അല്ലേ? മുംബൈ അഞ്ചാമതാലോ. റൺ റേറ്റ് കുറവാ ഞങ്ങക്ക്. അതിന്ന് മാറിക്കോളും. എങ്ങനെ മാറണോ? ഞങ്ങൾ മുംബൈ ജയിച്ചിട്ട് കളി 250 റൺ വരെ ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്താ എത്താന്നുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ആദ്യം ബാറ്റ് ചെയ്യണ്ട, ഞങ്ങൾ രണ്ടാമത് ബാറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ബാറ്റ് ചെയ്ത് ഞങ്ങളെ മുംബൈ വിക്കറ്റ് എടുത്ത ആദ്യത്തെ കളി റൺ വിട്ട് കൊടുത്ത വിട്ടുകൊടുത്തു 20 റൺ വിട്ടുകൊടുത്തു. എന്നിട്ടാണ് നല്ല വിക്കറ്റ് എടുത്ത. രോഹിത് ശർമ്മ അടിച്ചു. അത് കാരണം ശരി, രോഹിത് ശർമ്മ എല്ലാ കളി അടിക്കണമെന്നുണ്ടാ. പിന്നെ രോഹിത് ശർമ്മ 70 റൺ എടുത്തു. 78. അതിന് എല്ലാ കളി അടിക്കണമെന്നുണ്ടാ. പിന്നെ ഞങ്ങളുടെ ഒരു ഇന്ത്യൻ ടീമാണ് ഞങ്ങളുടെ ഇന്ത്യക്കാര് കളിക്കുക. രാഹുൽ പിന്നെ പാകിസ്ഥാൻകാരനെ അതല്ല പാകിസ്ഥാൻകാര് ബാബർ. ആ കാര്യമില്ല നമ്മൾ പറയണം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് പറയണം. പാകിസ്ഥാനിലേക്ക് വേറെ. ഇന്ത്യ ഞങ്ങൾ ജയിച്ചു, ഡൽഹി ജയിച്ചു. മുംബൈ ജയിക്കും. രാഹുൽ ആദ്യത്തെ ബോൾ ഔട്ടായതൊന്നും നോക്കണ്ട. അതൊന്നും നോക്കണ്ട. ഞങ്ങൾ സ്റ്റെംസ് ഉണ്ട്. സ്റ്റെംസ് ക്ലാസിക് ആയിട്ടുള്ള ബാറ്റിങ് കളി കാഴ്ച വെച്ചത്. അതൊക്കെ യോക്കർ കഴിഞ്ഞ സായത്ത് 4 അടിച്ച് വിടുന്നായിരുന്നു. പിന്നെ ഈ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്ന ടീമിനെ നോക്കണ്ട. അത് ആ ടീമൊക്കെ രാജസ്ഥാൻ അതൊന്നും നോക്കണ്ട. ഞങ്ങള് ഡൽഹി ജയിച്ച അത് ഇപ്പൊ രാജസ്ഥാന്റെ സ്ഥലത്ത് ഡൽഹി നിൽക്കുന്നുണ്ട്. അപ്പൊ മുംബൈ മുംബൈ ഉടത്തിക്കോട്ടെ, ഞങ്ങൾക്ക് ജയിക്കണ്ടേ? മുംബൈക്ക് ഒന്നും ജയിച്ചാൽ മതിയോ? കഴിഞ്ഞ കൊല്ലം 2 കളിയെ മുംബൈ ഞങ്ങൾ തോപ്പിച്ചു. പകരം വിട്ടു. അത് നിന്റെ ബാംഗ്ലൂർ ഈ സീസണിൽ ഒന്നും ഇല്ലാണ്ട് പോട്ടെ. ബാംഗ്ലൂരൊക്കെ ഫസ്റ്റ് ബാംഗ്ലൂരിലാരും പോട്ടെ, ഞങ്ങൾ ഡൽഹി ഒരു കപ്പടിച്ചല്ലേ. ഈ കപ്പ് ഇക്കൊല്ലം തന്നെ, ഈ കപ്പ് ഇക്കൊല്ലം തന്നെ നേടും. എന്തായാലും ഇന്നത്തെ കളി 3:30 എന്തായാലും മുംബൈ കിട്ടും. ശരി.